Ladies and gentlemen, presenting the all-new Maruti Suzuki Dzire. Welcome to Turbo Drive. സ്വിഫ്റ്റ് അവതരിപ്പിച്ചപ്പോൾ ഡിസയറിന് ഇത്രയധികം ചേഞ്ചസ് വരുമോ എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. നേരത്തെ സ്വിഫ്റ്റ് ഡിസയർ എന്നായിരുന്നു അറിയപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ഡിസയറായി മാറിയിരിക്കുകയാണ്. കാര്യം അത്രയധികം സെയിൽസ് വാല്യൂവും കസ്റ്റമർ അക്സെപ്റ്റൻസും കിട്ടിയതുകൊണ്ട് തന്നെ ഡിസയർ എന്ന ബ്രാൻഡായിട്ട് തന്നെ ഈ ഒരു മോഡലിനെ മാറ്റിയിരിക്കുകയാണ് മാരുതി. 16 വർഷമായി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡിസയർ എന്ന ബ്രാൻഡ് അവതരിപ്പിച്ചിട്ട്, അതായത് 4ാമത്തെ ജനറേഷൻ വാഹനമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നേരത്തെ സ്വിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണും ഒരു ഫ്രണ്ട് ഫേസുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയൊരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഫുൾ LED ഹെഡ്ലാമ്പാണ് വരുന്നത്. ആൻഡ് വലിയൊരു DRL നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ രണ്ട് ഹെഡ്ലാമ്പിൻ്റെ DRLനെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നടുവിൽ ഒരു ക്രോമിൻ്റെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയും നമുക്കൊരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. വലിയ ഒരു വലിപ്പമേറിട്ടുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് താഴേക്ക് വരുമ്പോൾ നമുക്ക് LED ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാനായിട്ട് സാധിക്കും. അവിടെയും ഒരു C ഷേപ്പിലായിട്ടുള്ള ഒരു എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്വിഫ്റ്റിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു ഡിസൈനാണ്. സോ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഓവറോൾ റീവർക്ക് ചെയ്തിട്ടുള്ള പുതിയൊരു ഫ്രണ്ട് ഫേസ് തന്നെയാണ് പുതിയ ഡിസയറിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡ് ഭാഗത്തേക്ക് വരുവാണെങ്കിലും വളരെയധികം റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഭാഗം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ടെയിൽ ഒരു എൻഡിങ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് 15 ഇഞ്ച് വലുപ്പമുള്ള ഒരു വീല് ലഭിക്കുന്നുണ്ട്. ആൻഡ് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റിലുള്ള അലോയ് വീൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ഡ്യുവൽ ടോണിൻ്റെ ഒരു പെയിൻറ്റ് സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൺറൂഫും വരുന്നുണ്ട്. അതും ഈ ഒരു സെഗ്മെൻറ്റ് കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചറാണ്. അതിൻ്റെ ഒരു ക്യാമറയുടെ യൂണിറ്റ് ഈ ഒരു മിററിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ സൈഡ് ഇൻഡിക്കേറ്ററും മിററിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ ഡിസയറാണ്. ഇതിൻ്റെ ഒരു ആക്സസറീസ്ഡ് വേർഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രോമിൻ്റെ സ്ട്രിപ്പ് കാണാനായിട്ട് സാധിക്കും. കൂടാതെ അടിഭാഗത്തായിട്ട് നമുക്കൊരു ക്ലാഡിങ്ങും ലഭിക്കുന്നതാണ്. സോ ആ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫങ്കി ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഡിസയർ എന്ന് പറയുന്നത്. പുതിയ ഡിസയർ വന്നപ്പോൾ കീയിൽ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബട്ടൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് 385 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു പുതിയ ഡിസയറിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം അപ്പ് മാർക്കറ്റ് ഫീലായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തോന്നിയേനെ. കഴിഞ്ഞ ജനറേഷനിൽ പോലും ഇതിനൊരു ഇൻസ്റ്റലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം CNG നമുക്ക് ലഭിക്കുന്നതാണ്. CNG ലഭിക്കുമ്പോൾ CNGയുടെ ആ ടാങ്ക് ഈ ഒരു ബൂട്ട് സ്പേസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൽ ചെറിയൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഹാച്ച് ബാക്കോ അല്ലെങ്കിൽ SUV പോലുള്ള വാഹനങ്ങളിൽ CNG വരുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ ഒരു സെഡാനിൽ വരുമ്പോൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ഡിസൈൻ റീവർക്ക് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പിൻ ഭാഗത്തും ഡിസൈൻ റീവർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഈ രണ്ട് ടെയിൽ ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഫ്രണ്ടിലെ രണ്ട് ഹെഡ്ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ക്രോം എലമെൻറ്റിൻ്റെ സെയിം എഫക്റ്റ് തന്നെ ഈ ഒരു പിൻ ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. കൂടാതെ എല്ലാ വേരിയൻസിലും അക്രോസ് എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സ്പോയിലർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിഫോഗർ ലൈൻസും ഷാർക്ക് ഫിൻ ആൻറ്റിനെ നമുക്ക് പിൻ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്തായിട്ടുള്ള ഈ ഒരു പുതിയ ഡിസൈൻ ട്രീറ്റ്മെൻറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള ആക്സസറീസ് വെർഷനിൽ നമുക്ക് ഇവിടെയും ഒരു സ്പെഷ്യൽ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കും. അതുകൂടി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പിൻ ഭാഗം തന്നെയാണ് ഡിസയറിൻ്റേത്. എക്സ്റ്റീരിയറിൽ ചേഞ്ച് വന്നിരിക്കുന്നത് പോലെ തന്നെ ഇൻറ്റീരിയറിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാണാൻ കഴിയുന്ന പോലെ തന്നെ വളരെ പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ബേജിൻ്റെ ഒരു ഇൻറ്റീരിയർ കളർ പാറ്റേണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റിലും ഈ ഒരു ഡാഷ്ബോർഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ആക്സസറീസ് കിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ഫീൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് തിങ്സ് ആണ് ആ ഒരു ആക്സസറീസ് കിറ്റിൽ ഉള്ളത്. സോ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് സ്വിഫ്റ്റിലും ഫ്രോങ്സിലും എല്ലാം കണ്ടിരിക്കുന്ന ആ ഒരു സെയിം സിസ്റ്റം തന്നെയാണ്. ഇതിൽ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇതിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ എന്ന് പറയുന്നത് ബെലനോയിലും ഫ്രോങ്സിലും ഉള്ള സെയിം സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി ഒരു ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഗ്രാഫിക്സും അതിൻ്റെ ഒരു അലൈൻമെൻറ്റും എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. മേ ബി ആ ഒരു വാഹനങ്ങളിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോട് കൂടി ഈ ഒരു കാര്യം ലഭിക്കുന്നതായിരിക്കും. താഴേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ്
സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നത്. ആംറസ്റ്റ് വരുന്നില്ല, ആംറസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നി. ഇവിടെ ചാർജിങ് പോർട്സ് വരുന്നുണ്ട്, പിൻഭാഗത്തൊക്കെ AC വെൻസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിലും ഡിജിറ്റൽ പ്ലസ് അനലോഗ് എന്നീ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തരുന്ന നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സെഗ്മെന്റ് ഫാസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് സൺ റൂഫും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലേയർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡ് എലമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഒരു ബേജ് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ക്യാബിൻ നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഫീൽ ഗുഡ് ഫാക്ടർ കിട്ടുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു പുതിയ ഡിസൈറിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് റോയിലേക്ക് വരികയാണെങ്കിലും വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ഒരു ഡിസൈറിൽ മാരുതി ഓഫർ ചെയ്യുന്നത്. ഈ ഒരു സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു ലെഗ് റൂം കിട്ടുന്നുണ്ട്. അണ്ടർത്തെ സപ്പോർട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു അണ്ടർത്തെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയാണ് റീഡിംഗ് ലാമ്പ് വരുന്നത്. കാര്യം സൺറൂഫ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 2 റീഡിംഗ് ലാംപ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒറ്റ റീഡിംഗ് ലാമ്പിലാണ് മാരുതി നോർമലി ചെയ്യുക. ആൻഡ് നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. 3 ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. സോ ഡ്രൈവറിൻ്റെ ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ബൈക്കിൽ മാഗസിൻ ഹോൾഡേഴ്സ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഡ്രൈവറുടെ ആ ഒരു സീറ്റിൻ്റെ ബൈക്കിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആൻഡ് ബൈക്കിലേക്ക് AC വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ വിസിബിലിറ്റിയും സ്പേസും കംഫർട്ടൊക്കെ നോക്കുമ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സെഡാന് ആവശ്യമായിട്ടുള്ള എല്ലാ കംഫർട്ടും ഒരു സ്പേസും ഈ ഒരു വാഹനത്തിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഡിസൈറിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് സ്വിഫ്റ്റിൽ കണ്ടിരിക്കുന്ന ആ സെയിം എഞ്ചിനാണ്. 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 82 PS പവറും അതുപോലെ തന്നെ 112 Nm ടോർക്കുമാണ്. സോ സ്വിഫ്റ്റ് ഓടിച്ച സമയത്തും ആ ഒരു നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന 4 സിലിണ്ടർ കട്ട് ചെയ്തിട്ട് ഒരു 3 സിലിണ്ടർ ആക്കിയിരുന്നു. ആ സെയിം കാര്യം തന്നെയാണ് ഇതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്വിഫ്റ്റിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് റേഷ്യോ കൂടുതലുള്ള ഒരു വാഹനമായ സ്ഥിതി ഈ ഒരു വാഹനത്തിന് ഒരു 4 സിലിണ്ടർ ബെലനയിലൊക്കെ അല്ലെങ്കിൽ ഫ്രോങ്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു എഞ്ചിൻ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ആൻഡ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. മാരുതി ഏജിസ് എന്ന് വിളിക്കുന്ന മോഡലാണ്. ആൻഡ് AMDയിൽ ഇപ്പോൾ മാരുതിയുടെ വാഹനങ്ങൾ കണ്ടുവരുന്ന ആ ഒരു സെയിം ഒരു സ്വഭാവം ഈ ഒരു വാഹനത്തിലുണ്ട്. അതായത് ഫസ്റ്റിലെ 2 ഗിയറിൽ മാത്രം നമുക്ക് ആ ഒരു ഫസ്റ്റും സെക്കൻഡും ഗിയറിൽ മാത്രമേ ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. തേർഡ് മുതൽ ആ ഒരു നല്ല സ്മൂത്ത്നെസ്, അതായത് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു AMD ട്രാൻസ്മിഷനായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഏജസ് എന്ന് പറയുന്നത്. ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് ലാഗുണ്ട്. ഈവൻ 0 to 100 ടെസ്റ്റ് ചെയ്ത സമയത്ത് പോലും 15 സെക്കൻഡിനടുത്ത് എടുത്തു 100 ക്രോസ് ചെയ്യാനായിട്ട്. സോ ആ ഒരു രീതിയിലുള്ള ഒരു പവർ ഡെലിവറിയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കുറച്ച് ടൈം എടുത്താണ് ആ ഒരു സ്പീഡിലേക്ക് കയറുന്നത്. അത് ഒരു 3 സിലിണ്ടർ ആയതുകൊണ്ടും പവറിൻ്റെ ആ ഒരു വ്യത്യാസങ്ങളുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസ് വാഹനം കാഴ്ചവെക്കുന്നത്. സസ്പെൻഷൻ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ഈ ഒരു പ്രൈസ് പോയിൻറ്റും ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു അടിപ്പൊന്നും അകത്തേക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ബ്രേക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്ന ഒരു ബ്രേക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് സൺറൂഫ് വരുന്നുണ്ട്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, ആൻഡ് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടച്ച് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീല് കിട്ടുന്ന ഒരു എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി സീറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബേജ് കളറിൻ്റെ ആ ഒരു പാറ്റേൺ. ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലെയർഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ കളേഴ്സിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്കിതിന് ആക്സസറീസ് പാക്കും വരുന്നുണ്ട്. ആക്സസറി പാക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡോർ പാഡിലും സീറ്റിലും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പ്രീമിയം ഫീല് കിട്ടുന്ന ഒരു മെറ്റീരിയൽസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു വാഹനം കുറച്ചുകൂടി പ്രീമിയം ആകുന്നത് ആക്സസറീസിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ്. കാര്യം അത്രയധികം പ്രീമിയം ഫീലും ഒരു റിച്ച്നെസ്സും തരുന്ന മെറ്റീരിയൽസ് ആണ് ആക്സസറീസ് മോഡലിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. സീറ്റ് ആണെങ്കിൽ നല്ല കംഫർട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലി ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷനും ഈ ഒരു സീറ്റിൽ വരുന്നുണ്ട്. ആംറസ്റ്റ് നമുക്ക് വരുന്നില്ല, അത് നമുക്ക് സ്വിഫ്റ്റിലും ലഭിച്ചിരുന്നില്ല. എന്നാൽ പിൻഭാഗത്ത് ആംറസ്റ്റ് നമുക്ക് ഡിസൈറിൽ ലഭിക്കുന്നുണ്ട്, അത് നമുക്ക് സ്വിഫ്റ്റിൽ ലഭിച്ചിരുന്നില്ല. പിൻഭാഗത്തും 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള ഒരു സീറ്റ് ബെൽറ്റും ഒരു സീറ്റിംഗ് കോൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് AC വെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. കൂടാതെ ചാർജിങ് പോർട്സും വരുന്നുണ്ട്. ചാർജിങ് പോർട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടൈപ്പ് A, ടൈപ്പ് C, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് വാഹനമായിട്ട് കുറച്ചുകൂടെ കണക്റ്റ് ആയിട്ടിരിക്കാനായിട്ടുള്ള കണക്റ്റഡ് കാർ ടെക്കിൻ്റെ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ പുതിയ സ്വിഫ്റ്റിൻ്റെ പുതിയ മാരുതിയുടെ വാഹനങ്ങളിലെല്ലാം മാരുതി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്.
സോ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അതായത് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിംഗിൽ ഒരു സിൽവർ എലമെൻറ്റിൻ്റെയും ഒരു ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗിൻ്റെ ഒരു കോംബോ ആണ് കൊടുത്തിരിക്കുന്നത്. 2 അനലോഗ് പാർട്ടും ഒരു ഡിജിറ്റൽ പാർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്വിഫ്റ്റിൽ വന്ന സമയത്ത് ആ 2 അനലോഗ് ഡിസ്പ്ലേയിൽ ഒരെണ്ണത്തിൽ മാത്രമേ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സിൽവറിൻ്റെ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ മാരുതിക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുത്തതായിരുന്നു. അത് ഡിസൈനിൽ വന്നപ്പോൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 2 അനലോഗ് ഡിസ്പ്ലേക്കും ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു അഗ്രസീവ്നെസ് വാഹനത്തിന് ഒരു സ്റ്റൈലിംഗ് എലമെൻ്റായിട്ടും അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന് നടുവിൽ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നാവിഗേഷനും അതുപോലെ തന്നെ ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം, ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ഫംഗ്ഷനിങ് ആയിട്ടുള്ള വെൽ പാക്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മ്യൂസിക് സിസ്റ്റവും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ അത്യാവശ്യം നല്ല എഫക്റ്റ് തരുന്ന ഒരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ട്യൂൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് 2024 മാരുതി അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഡിസയർ? മാരുതിയുടെ ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് സെല്ലിംഗ് 4ാമത്തെ കാറാണ് ഈ ഒരു മാരുതി സുസുക്കി ഡിസയർ എന്ന് പറയുന്നത്. കൂടാതെ കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു മോഡൽ കൂടിയാണ് പുതിയ ഡിസയർ. ആക്ച്വലി വളരെയധികം അപ്ഡേറ്റോട് കൂടിയാണ് ഈ ഒരു വാഹനം മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്, ഇൻറ്റീരിയർ മാറിയിട്ടുണ്ട്, എക്സ്റ്റീരിയർ മാറിയിട്ടുണ്ട്. ഓവറോൾ വാഹനത്തിൻ്റെ സസ്പെൻഷൻ, ഓവറോൾ വാഹനത്തിൻ്റെ റൈഡിംഗ് കംഫർട്ട്, ക്വാളിറ്റി എല്ലാം തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ ഹോണ്ട അമേസ് ആണ് ഏറ്റവും പ്രധാന എതിരാളി ആയിട്ട് വരുന്നത്. ഹ്യുണ്ടായി ഓറയുണ്ട്, അതുപോലെ തന്നെ ടാറ്റ ടിഗോറും ഉണ്ട്. അവർ എവിടെയാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല. കാര്യം സെയിൽസിൽ വളരെയധികം പിന്നിലാണ് ഈ 2 വാഹനങ്ങൾ. ഹോണ്ട അമേസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വരുന്നുണ്ടെന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് വരുമ്പോൾ ആയിരിക്കണം ഈ ഒരു സെഗ്മെൻറ്റ് വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.